നമസ്കാരം. ചിലർ വന്നാൽ ചരിത്രം വഴിമാറും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില ആളുകൾ അങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. വളരെ സാധാരണക്കാരായ ആളുകളാണെങ്കിൽ പോലും മനുഷ്യരിലേക്ക് വലിയ സ്വാധീനം ചെലുത്താൻ, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനൊക്കെ അവർക്ക് കഴിയും. പറഞ്ഞു വന്നത്, മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലൂടെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറായി മാറിയ സുധിമോൾ എന്ന വളരെ പാവപ്പെട്ട, വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ കഥയാണ്. കാരണം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും അനാഥയായ സുധിമോളെ വിവാഹത്തിലൂടെ അവരുടെ ഭർത്താവ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ കഥയുമായാണ് അവർ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ സ്റ്റാൻഡപ്പ് കോമഡിയുമായിട്ട് വരുന്നത്. ആ ഒരൊറ്റ ദിവസം, ആദ്യം വന്ന ദിവസം തന്നെ ആദ്യം ജഡ്ജസിൻ്റെ മനം കവരുകയും അവരുടെ കയ്യടി വാങ്ങുകയും ചെയ്തു. ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത്. മാത്രവുമല്ല, ആ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ പ്രേക്ഷകർ സുധിമോൾ എന്ന മത്സരാർത്ഥിയെ, ആ സാധാരണക്കാരിയെ മനസ്സിലേക്ക് എടുക്കുകയാണ് ചെയ്തത് എന്നത് വേണമെങ്കിൽ പറയാം. ആ ഒരു ദിവസം കൊണ്ട് തന്നെ പിന്നീട് സുധിമോളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അവരുടെ കൂടുതൽ എപ്പിസോഡ്സുകൾ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ കാണുവാനും പ്രേക്ഷകർ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇവരുടെ ഈ പരിപാടി, സ്റ്റാൻഡപ്പ് കോമഡി എന്ന പരിപാടി, അവർ വന്ന് സ്റ്റേജിൽ നിന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ കഥകളാണ്. ആ ഹൃദയവും ശരിക്കും യാഥാർത്ഥ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കഥ പറച്ചിൽ, ആ ഒരു രീതി തന്നെയാണ് സുധിമോളെ വളരെ പെട്ടെന്ന് ജനകീയയാക്കിയതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം തൻ്റെ ജീവിതത്തിലുണ്ടായ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ, അത് തമാശ രൂപേണ അവതരിപ്പിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുക എന്നത് വലിയ അധ്വാനം വേണ്ട ഒരു ജോലിയാണ്. അത് നിഷ്പ്രയാസമാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. പെയിൻറ്റിങ്ങുകാരനായ ഭർത്താവും 3 പെൺകുട്ടികളും ഉള്ള ഒരു കുടുംബത്തിലാണ് ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് സുധിമോൾ. പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരെയും, അതായത് സിനിമാ താരങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് 1 ലാഖിന് മുകളിലേക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഉയർന്നത് എന്നത് സുധിമോളുടെ ആ ഒരു തനതായ ശൈലിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നർമ്മ സംഭാഷണത്തിൻ്റെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലൂടെ അവർക്ക് കിട്ടിയ ഒരു നേട്ടമാണ്. ജനങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു തിരിച്ചറിവാണ്, മറുപടിയാണ് ഈ സുധിമോൾക്ക് കിട്ടിയ ഈ പെട്ടെന്നുണ്ടായ ഒരു യൂട്യൂബിലുള്ള വളർച്ച. അതുപോലെ തന്നെ അവരുടെ മഴവിൽ മനോരമയിലെ പ്രോഗ്രാംസും ഒരുപാട് പേരെ വശീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ സുധിമോൾ ആ കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നുമൊക്കെ പിച്ച വെച്ച് മുകളിലേക്ക് കയറി പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. സുധിമോൾക്ക് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വലിയ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ ഒരു കുടിൽ ഇട്ട് താമസിച്ചാണ് അവർ ജീവിച്ചു വന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു നല്ല വീട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമൊക്കെ, ഒരു വരുമാനമൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് എന്നതും വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അപ്പം നല്ല ആളുകളെ, നല്ല മനസ്സുള്ളവരെ മലയാളികൾ ചേർത്ത് പിടിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുക കൂടിയാണ് സുധിമോളുടെ ജീവിതം.